لووا رؤوسهم ورأيتهم يصدون وهم مستكبرون سواء عليهم ما استغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. ഹഖ് തആല പറയുകയാണ്, വഇദാ ഖീല ലഹും, ഹൃദയത്തിൽ കാപട്യം മറച്ചു വെച്ച ആളുകളോട് പറയപ്പെട്ടാൽ എന്ത് പറയപ്പെട്ടു? തആലൗ, നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പൊറുക്കലിനെ തേടുന്നതാണ്. ആ ആവശ്യ നിർവ്വഹണത്തിന് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരികളായി അവരെ തലകളെ തിരിച്ചു കളയും. നബിയേ, ഒരിക്കലും ആദർശാതരക്കുള്ള വിശ്വാസക്കാർക്ക് തങ്ങളോട് ശിക്കായത്ത് പറയാൻ നബിയുടെ അകലത്തിൽ വന്നുകൊണ്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിക്കാൻ ബാധ്യമില്ല. അതേ അവസരത്തിൽ ഹൃദയത്തിൽ ഈമാനുള്ള മനുഷ്യന്മാരെ ലക്ഷണമെന്നോ വലൗ അന്നഹും യഅലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. മുഅ്മിനീങ്ങളായ ആളുകൾ വല്ല അബദ്ധങ്ങളോ തെറ്റുകളോ ചെയ്താൽ നബിയെ തങ്ങളെ തിരുഹദ്റത്തിലേക്ക് അവർ വരുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്, പൊറുക്കലിനെ തേടുന്നതാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. ആ സന്ദർഭത്തിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ അവരെത്തിക്കുന്നതാണ്. അങ്ങേയറ്റം പാസാരാപം സ്വീകരിക്കുന്നവനായി കാരുണ്യവാനായി അല്ലാഹുവിനെ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ ആവശ്യ നിർവ്വഹണത്തിന് തങ്ങളെ സമീപിക്കുമെന്ന് അല്ലാഹു പറയുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് സുന്നികളായ ഞങ്ങൾ പറയുന്ന لك أشكر فيها سيدي خير النبي بتاعنا وعلى اليتام لنا كريم تنالوا رجايا سيدي خير النبي. എന്താണ് തങ്ങളോട് ഞങ്ങൾ അന്യായം പറയുന്നതറിയോ? നാളെ പരലോകത്തിൽ അങ്ങോട്ട് ശഫാഅത്ത് ചെയ്യുന്ന നബിയാണല്ലോ. അതുകൊണ്ട് അവിടുത്തെ ശഫാഅത്ത് സാധുക്കളായ ഞങ്ങളെ ഭാഗവാക്കാക്കണേ നബിയേ. എന്ന ദീർഘമായ ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പരലോകത്തിലെ ശഫാഅത്തിലെ അധികാരം അല്ലാഹു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, ആ അധികാരം നൽകപ്പെട്ട ശഫാഅത്തിൽ സാധുക്കളായ ഞങ്ങളെ ഭാഗഭാക്കാക്കണേ നബിയേ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരാൻ നബിയേ. ശഫാഅത്ത് അബുലനാ, ഇത് ഞങ്ങൾ സ്വന്തം അഭിപ്രായമല്ല. സഹാബത്ത് വിശ്വസിച്ചതുപോലെ സഹാബത്ത് ഉൾക്കൊണ്ട ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ എന്നായി പ്രമുഖരായ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ 10 കൊല്ലത്തോളം ഹിദമത്ത് ചെയ്ത മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യശ്ഫഅനി യൗമൽ ഖിയാമ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ഒരു ആവശ്യപ്പെടുകയാണ്, നബിയേ, നാളെ മഹ്ശറയിലോട്ട് എനിക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, നാളെ അനസ് പരലോകത്തിൽ ഞാൻ നിനക്ക് ശഫാഅത്ത് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഖാല റസൂലുള്ളാഹി. ഈ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിച്ച സുന്നികൾ ആരായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്, അങ്ങയോട് ഞങ്ങൾ ശിക്കായത്ത് പറയുന്ന ശഫാഅത്തിനെ യാതൊരു കുഴപ്പവും അതിൽ കാണുന്നില്ല.
അരയാത്തിൽ മാത്രമല്ല വഫാത്തിന്റെ ശേഷവും മാരകമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അത് മാരകമാണ്. ഞാനിതാവാനായ റസൂലുള്ളാഹിന്റെ ആ പരിശുദ്ധമായ റൗളാന്റെ പുറയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലെ അഥവാ റൗളാന്റെ പുറയിൽ വന്നുകൊണ്ട് പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ സ്വലാത്ത് സലാം അങ്ങേയുണ്ടാവട്ടെ നബിയേ. ഇന്നല്ലാഹ ഖദ് അൻസല അലൈക കിതാബ. തങ്ങൾക്ക് അല്ലാഹു വിശുദ്ധമായ ഒരു കിതാബിനെ ഇറക്കി തന്നിട്ടുണ്ടല്ലോ. ഫീഹി വലവന്നഹും ളലമു മുസൗദാഉക വസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറ ലഹുർ റസൂല വജദല്ലാഹ തവ്വാബർ റഹീമ. ആ പരിശുദ്ധമായ കിതാബിലല്ലോ മുഅ്മിനീങ്ങളായ ആളുകൾ വല്ല അബദ്ധങ്ങളും തെറ്റുകളും ചെയ്താൽ തങ്ങൾ അവരെ സമീപിക്കുന്നതാണ്. റബ്ബിനോട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും, റസൂലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോൾ അല്ലാഹു അവർ പാസാറാവ് സ്വീകരിക്കുന്നവരായി എത്തിക്കുന്നു ഉണ്ടല്ലോ. അതുകൊണ്ട് വഖദ് ജീഅതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ഇലാ റബ്ബി. തങ്ങളെ കൊണ്ട് ശഫാഅത്ത് ചോദിക്കുന്നു, ഞാനിതാ വന്നിരിക്കുന്നു നബിയേ എന്ന് വഫാത്തായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അയാൾ പറഞ്ഞു പറയുന്നു, യാ ഖൈറ മൻ ദുഫിനത് ബിഖാലിയഹു فطاب من طيبهن القاع واللكم نفسي بداء بقبر أنت ساكنه فيه العفاف فيه الجود والكرم. നിങ്ങൾ മദീന ശരീഫിൽ പോയി നോക്ക്. നിങ്ങളുടെ ഭരണമുള്ള പ്രദേശമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള മറുപുറയുടെ മുമ്പിൽ ഉള്ളതായിരിക്കുന്ന സലാം പറയാനിരിക്കുന്ന ആ സ്ഥലത്ത് ഇപ്പുറമുള്ള തൂണുണ്ടല്ലോ. ആ തൂണ് വലുതായിരിക്കുന്ന ഒരു 2 മാസം മുമ്പ് വരെ അത് മായ്ച്ചു പോയിട്ടില്ല. ആജിമാരോട് ചോദിക്കുക അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്ക്. ഒരിക്കൽ വെച്ച് ഖൈറായവരെ എന്ന് പറഞ്ഞ് നേർക്ക് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശിക്കായത്ത് കയറി ഇയാളിതാ മടങ്ങിപ്പോരുമ്പോൾ ആരായ അത്തബീർ റളിയല്ലാഹു അൻഹു പറയുന്ന പോലെ തുണി അയാളുടെ കണ്ണിലേക്ക് വെച്ച് പറയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിനെ അപ്പോൾ എനിക്ക് ദൃശ്യമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാ അത്തബീർ ഹഖിൽ ഇറാബിയ. അയാളെ പിന്നാലെ പൂർവ്വശുറൂരി അല്ലാഹു ഖദ് ഗഫറല. അയാളുടെ സർവ്വപാപങ്ങളും അല്ലാഹു പുറത്തുവിടുന്നു. സഹായിനോട് ശിക്കായത്ത് പറഞ്ഞു. ഇത് സർവ്വ തഫ്സീറുകളിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൗഹീദ് വിവരിക്കുന്ന മഹാന്മാരായ സർവ്വ മുഫസ്സിറുകളും ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനടക്കം സംബന്ധിച്ച യാഥാർത്ഥ്യമാണത്. എന്നിട്ട് പറയുന്നത് ചോദിച്ചാൽ അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇത് 1-2 രേഖകൾ എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ പറഞ്ഞാൽ ഞങ്ങളെ കയ്യിലേക്ക് ആവശ്യത്തിന് കാര്യബോധമുള്ളവർക്ക് അല്പബോധ പോലെ എന്തിനാണ് ഏറെ. ആലുവായി പറഞ്ഞതുപോലെ കാര്യബോധമുള്ള മനുഷ്യന്മാർക്ക് ചെറിയ വാക്കുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇനി പിന്നെയുള്ള കേസ് എന്താ? ഇത്ര ഗൗരവമാണ്. നിങ്ങൾ ചിന്തിക്കൂ. അപ്പൊ എല്ലാവരും ചിന്തിക്കാൻ തീരുമാനം എന്തായിരിക്കും? ചെയ്യുന്ന പവിത്രമായ ആ കാര്യം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അല്ല, നബിയോട് ചോദിക്കാം. സാധു ഖുർആൻ എനിക്ക് ചോദിക്കാം. ഇന്ന അയഖൈനാകൽ കൗസറി ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ ഖാലല്ലാഹു അസ്സ വജൽ. ഇന്ന അയഖൈനാകൽ കൗസറി, നബിയെ കൗസറിനെ തങ്ങൾക്ക് നാം തന്നിരിക്കുന്നു. നബിയെ തങ്ങൾക്ക് തന്ന ഉൽ കൗസർ ഉണ്ടല്ലോ, അതിനടുത്ത് ഈ വെള്ളം നമുക്ക് തന്നെ. ഇന്നലാ നെർജു ഇലാ കൗസി ഹൗലിക, അങ്ങോട്ട് അല്ലാഹു തന്ന ഔലുണ്ടല്ലോ
അതിനൊരു മുറുക്ക് സാധുക്കളായി ഞങ്ങൾക്ക് നൽകണമെന്നാ സുന്നി പറയുന്നത്. നിങ്ങൾക്ക് അധികാരം കിട്ടിയ നിങ്ങളോടല്ലാതെ ഇയാളോടെ ചോദിക്കുക. അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തതിന്റെ അധികാരം. അപ്പൊ നബിയെ തങ്ങളോട് ഒരു തിരി വള്ളയാക്കി തരണേ, യാതൊരു കുഴപ്പമില്ല, ഖുർആനെ നോക്കിയാൽ നിങ്ങളെ കൊണ്ട് വഴിയാണ്. ഇതേ ക്രമത്തിൽ ഓരോന്ന് സുന്നത്തിയമായിട്ട് ചെയ്യുന്നത്. നീ വേറെ കേസ് യാറും കെട്ടാൻ പറ്റുമോ? കെട്ടിന്റെ പേരായി ഞാൻ യാറും തന്നു, പിന്നെ കെട്ടണം. അപ്പൊ പിന്നെ യാറിനോട് കെട്ടുക. കെട്ടിയതിന്റെ പേര് അതിന് നാട്ടുകളിലും വീട്ടുകളിലും ഏത് കല്ലുവെക്കോട്ടെ, അതിനിടെ എന്താ കുഴപ്പമുള്ളത്? അതിനൊരു നാട്ടുകല്ല് എന്ന് പറഞ്ഞത് ഞാൻ നിൽക്കുന്നതിന്റെ 1 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ 1 കിലോമീറ്റർ ഇവരൊക്കെ അവിടുത്തെ എന്തിന്റെ സ്വകാര്യത്തിൽ അല്ല പ്രശ്നമാണ്. ഇവന്മാരൊക്കെ ഈ ആയിക്കല്ലും ഉറപ്പും കെട്ടാൻ പറ്റൂല എന്നെ ഊരമ്മ തപ്പിയോ കൊണ്ട് ഒലക്ക പോലെ തയ്ക്കലുമാണില്ലേ. കേരള ജനപക്ഷ മുജാഹിദീന്റെ നേതാവ് ഉമ്മർ മൗലവി നമ്മളെ ചേളാരി റോഡുണ്ടല്ലോ, മമ്പറം റോഡ്, തിരുവങ്ങാടി റോഡ്, അവിടെ പിന്നെ പണിക്കോട്ട് പടിയാണ് ഒരു സ്ഥലമുണ്ട്. ഈ പണിക്കോട്ട് പടിക്കല് 2 മൂല്യന്മാരുണ്ട്. രായി മൂല്യര്, കോയ മൂല്യര്, രണ്ടാളും മരിച്ചു. കോയ മൂല്യര് പീഡിയുടെ താഴത്താണ് ലുക്കുമാനിയ വൈദ്യശാല. രായി മൂല്യര് പീഡിയുടെ മുകളിലാണ്. ഉമ്മർ മൗലവിക്ക് ചെറിയൊരു അസുഖം ബാധിച്ചു, മനസ്സിലല്ലേ? അപ്പൊ ഇയാളോട് ആരാ തിരിച്ചു കൊടുത്തു? ആരും കാണുന്നില്ല എന്നൊരു രായി മൂല്യടുത്ത് പോയല്ലോ. ശരി, ബഹുമാനപ്പെട്ട മറുവും ശൈഖുന EK ഹസൻ മുസ്ലിയാരി റബ്ബുല്ലാഹു മർത്തദ മഹാനവറുകളുള്ള കാലത്താണ്. ഇയാൾ രാജ്മോളിയാൽ എത്തിച്ചപ്പോൾ 9 മൊല്ലാമാരാണ് അവിടെ മന്ത്രിച്ചാൻ സ്പെഷ്യലിസ്റ്റ്. 9 മൊല്ലാമാരെ സ്ഥിരം നിർത്തിക്കാരായി മൊഴിയത്. ഇയാളൊരു കാര്യമാണ് എന്താ അസുഖം എന്ന് വെച്ചു അത് നോക്കണം എന്നാണ്. അത് അതൊക്കെ കുട്ടിയത് ശരിയാക്കി. മൂപ്പർക്ക് എന്തോരെ മിസ്റ്റേക്കുണ്ട്, ദുർഗം പറയാം. അതിന് മൗലവി ശരിക്കൊന്ന് മന്ത്രിക്കണം. അതങ്ങനെ മന്ത്രിച്ചാൽ പോരാ, പിന്നെ കുറച്ച് തിരിച്ചും പോകിയൊക്കെ എത്തുന്നാണ്ട് മന്ത്രിക്കണം. അത് ഇവിടുന്ന് സൗകര്യപ്പെടില്ലേ? ഇവിടുന്ന് ആവാം, കുറച്ച് കാശ് അതായിക്കോട്ടെ, എന്നാലും അറിയില്ലല്ലോ, പുള്ളിയുടെ മുകളിലല്ലേ, നാടിയിട്ട് വന്നുമില്ലല്ലോ. ചിന്തിക്കുന്നു, ഓർക്കുന്നു, മനസ്സിലാക്കുന്നതാണ് ഈ മനസ്സിലാക്കി. അവിടെ കൂടി ഒരു 10-18 തേങ്ങയുടെ ചേരി തിരിച്ചൊക്കെ ഇട്ട് പോകിപ്പിച്ച് മന്ത്രാണ്ട് തുടങ്ങി. ഏത് മന്ത്രം? ഖുർആനായിട്ടൊന്നുമല്ല. ബിസ്മില്ലാഹി ബിർറഹീം ബിർറഹീം ഗരീരിൻ ഗരീരിൻ തത്ബീഹിൻ തത്ബീഹിൻ തൗറാനിൻ തൗറാൻ മസ്ദലിൻ 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 തള്ള ഏതാ ഹസബുൽ ബിർറഹീയത്താ വന്നിരിക്കുന്നത്. മന്ത്രമൊക്കെ കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. അതിൻ്റെ മകളൊക്കെ കൊടുത്ത് മൂപ്പര് താറ്റിട്ട് അത് ഏതോ ഒരു പുള്ളിക്കാരൊക്കെ ഉണ്ട്. എന്ത് ഒന്നില്ല, അവിടെ ആദർശികമായിട്ട് ഒന്നും യാദർശികം അവിടെ അങ്ങനെ പോയി. ഇത് വിഷയമായി. ബഹുമാനപ്പെട്ട മറുവും വ്യത്യാസം ഞാൻ പൊളിക്കുന്ന വേദമുണ്ട്. ഉമ്മറുമോലി രാജ്മൂലിയാണ് തോഹണം. അവസാനം എഴുതുകയാണ് എന്ത്? ഇപ്പോൾ ഉറുക്കുകളും മന്ത്രങ്ങളും താഴെ വിവരിക്കുന്ന 3 നിബന്ധനകളോട് കൂടിയായിരുന്നാൽ ജായിസാകുമെന്ന് തെളിയുന്നതാണ്. 3 നിബന്ധനയാണ്. എന്താ? 1, അള്ളാഹുവിന്റെ നാമങ്ങളാലോ വിശേഷണങ്ങളാലോ ആകുക. അങ്ങനെ തന്നെ ഉറുക്കും മന്ത്രമൊക്കെ ഓം നമോ ഭഗവതോ ഭാവി കൃഷ്ണാതൊന്നും ഞങ്ങൾ മന്ത്രിച്ചിട്ടില്ല. പിന്നെ ആയത്ത് ഹദീസൊക്കെ തന്നെയാ മന്ത്രിക്കൽ. അള്ളാഹിന്റെ നാമങ്ങളാലാകുക. പിന്നെ ഇവ സ്വന്തം ഫലം ചെയ്യൂല എന്ന് കരുതുക, സ്വന്തം ഒന്നും ഫലം ചെയ്യൂല. പിന്നെയോ അറബി ഭാഷയിലായിരിക്കുക. ഐക്കല്ലേ ഇംഗ്ലീഷിൽ കുത്തുപോയാലും ഐക്കല്ലേ അറിഞ്ഞു കിടക്കട്ടെ. ഈ ജാതി മസാലകളെ എന്താണെന്ന് വെച്ചാൽ പത്തിരിയിലേക്കില്ല. ആ തബറുക്കിന്റെ പത്തിരി അതിനൊരു ബഹുമാനം, അത് ഏറ്റക്കുറവിന്റെ പ്രശ്നമില്ല. അതുപോലെ തിരക്ക് കൂടുകയാണ് സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ ഒരു മുടി വിറ്റാൻ. ഏത് സഹാബി? മുശ്രിക്കല്ല. അബൂബക്കറേ നീ സ്വർഗത്തിലാണ്, അബൂബക്കറേ ഖാല റസൂലുള്ളാഹി. ഉമറേ നീ സ്വർഗത്തിലാണ്, ഉസ്മാൻ നീ സ്വർഗത്തിലാണ്, അലി നീ സ്വർഗത്തിലാണ്, തൽഹത്തെ നീ സ്വർഗത്തിലാണ്, സഹദേ നീ സ്വർഗത്തിലാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നീ സ്വർഗത്തിലാണ്, തൽഹത്തെ നീ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നേരെ പറഞ്ഞ അശറത്തുൽ മുബശ്ശർ അടക്കമുള്ള ആ 17 സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മുടി കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂടുകയാണ്. എന്ത് ചെയ്തു നബി?
തലയുടെ വലഭാഗത്തെ മുടി കളഞ്ഞിട്ട് മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് മൂപ്പരെ കയ്യിലെടുത്ത് കൊടുത്തു. ആൾക്ക് ഓടി കുറിച്ചിട്ടുള്ള ബുഖാരി എടുത്ത് നോക്കാൻ വായിക്കാൻ പറ്റുന്നു. ഓടി വെച്ച് കൊടുക്കുക. നമ്മളെപ്പോലത്തെ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് ഈ ബാർബർ ഷാപ്പ് പോയിട്ട് മൗലവി ഒന്ന് മുടി കളഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാരെന്ന് വിളിച്ചിട്ട് വരി അനിക്ക ഇതൊന്നാണ് ഓടി വെച്ച് കൊടുത്താൽ പ്രശ്നം തീർക്കട്ടെ. ഇവരതല്ല, പിന്നെ ഓടിയിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല, മുടി ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ മുടിക്ക് വേണ്ടി മഹാന്മാരായ സഹാബാക്കൾ ചുക്കും തിരക്കും കൂടുന്നു. ഏത് സഹാബത്ത് ശിർക്കന്മാരല്ല. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈമാൻ കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ ഹൃദയത്തെ അലങ്കരിപ്പിച്ച ദോഷികളല്ലാത്ത പരിശുദ്ധാത്മാക്കളാണ് സഹാബാക്കളെ നിങ്ങളെന്ന് അല്ലാഹു പറഞ്ഞ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم. അല്ലാഹു അവരെ പൊരുത്തമടഞ്ഞു എന്ന് അല്ലാഹു പറഞ്ഞ സഹാബ. ആ സഹാബത്തിനാണ് എന്താക്കുന്നത്? ഇങ്ങനെ എണ്ണ ഇങ്ങനെ കൊടുക്കുന്നത് ഓരോന്ന്. ഇടഭാഗത്തെ മുടി കളഞ്ഞുകൊണ്ട് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഓരി വെച്ചു കൊടുത്തു, തന്നെ ഊരിച്ചു. ഓരോ സ്വഹാബിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി മുടിയെ സൂക്ഷിക്കുന്നു, പളങ്കിട്ട പാത്രത്തിൽ. വല്ല രോഗങ്ങളും ഉണ്ടാകുമ്പോൾ ഈ മുടിയിട്ട വെള്ളം സ്വഹാബത്ത് ശിഫാവിന് വേണ്ടി കുടിക്കാറുണ്ട് എന്ന് സഹിഹായ ഹദീസിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി തൗഹീദിനെതിരായോ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ഉമ്മു സുലൈം ബീവിന്റെ വീട്ടില് കൈലൂലത്തിന്റെ ഉറക്കുറങ്ങാം. കൈലൂലത്തിന്റെ ഉറക്കുകാരായി പകല് 12-ന് 11-ന്റെ ഇടയ്ക്കുള്ള ഒരു ഉറക്ക്. അത് ഈ താജ്ജുദൊക്കെ നിസ്കരിക്കുന്നവർക്ക് കൂടുതൽ ശുദ്ധത്താണ്. ആ ഉറങ്ങുന്ന സമയത്ത് നബിന്റെ ഹാരത്താണെന്നറിയോ? ഉറക്കാൻ കസീറുൽ അറബ്. റസൂലുള്ള വല്ലാതെ വിയർപ്പുള്ള ആളാണ്. ജലാലിയത്തിന്റെ ഹദറത്തിലാണ് മുസ്തഫായിരിക്കുന്നത്. ആ കൂടുതൽ വിയർപ്പുള്ള ആളാണ് മുസ്തഫായിരിക്കുന്നത്. അപ്പൊ വീട്ടുകാരി ഉമ്മു സുലൈം എന്താ ചെയ്യുന്നല്ലോ? ചെറിയ ഒരു അത്തർക്കുപ്പ് എടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ ഈ വിയർപ്പ് ഈ കുപ്പിയിൽ ഇങ്ങനെ ആക്കുക. മുസ്ലിം ദിവായുടെ ഹദീസുള്ളതാണ്. ഈ കുപ്പിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ റസൂൽ വെച്ച് എന്താ ഉമ്മു സുലൈമേ അറപ്പൊക്കെ യാ റസൂലല്ലാഹ്, നബിയെ ഇത് തങ്ങളെ വിയർപ്പാണ്. അതിന്റെ ബർക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തിന്റെ? വിയർപ്പിന്റെ ബർക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയെ. ബഹുമാനപ്പെട്ട സഹാബികൾ അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ വിയർപ്പിനെ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ മരിച്ചാൽ എന്റെ കവമ്പുടയിലൂടെ പുരട്ടണമെന്ന് വസീയത്തിന്റെ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. നബി സാധാരണ മനുഷ്യനാണ്. നമ്മൾ ഒരു ദിവസം കുടിച്ചാൽ ബസ് കയറിയിട്ട് ആ ബസ്സിന്റെ കമ്പി കുടിച്ച് നിൽക്കുകയാണെങ്കിൽ എടുത്തുള്ളവർ കയ്യിൽ താത്തിരിക്കുകയാണ് നമ്മളെ വിയർപ്പിന്റെ സുഗന്ധം കൊണ്ട്. അള്ളാന്റെ റസൂലിന്റെ വിയർപ്പിനെ പറ്റി ഹദീസിൽ പറഞ്ഞ എന്താണെന്നറിയോ? ലോകത്തെ സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ സുഗന്ധമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ സുഗന്ധം. ഇനി പറഞ്ഞപ്പോ ഞങ്ങൾ അതിന്റെ ബർക്കത്ത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ റസൂൽ എന്ത് പറയണം? എന്താണ് ഇയാളി അന്ധമായ വിശ്വാസമായിട്ട് ഇയാളി അനാചാരവുമായി നടക്കുന്നത് ശരിയല്ലാതെ പറയണ്ടേ? അള്ളാന്റെ റസൂൽ പറഞ്ഞ അസബത്തിൽ ഉമ്മു സുലൈം നീ ഖുർആനിന്റെ ഹദീസിന്റെ ജീവിതത്തിനോട് ഒത്ത പ്രവർത്തനമാണ് നടത്തിയിരുന്ന കാല റസൂലുള്ളാഹി സവാബിനെയാണ് നീ എത്തിച്ചിരിക്കുന്നത്. ഇതുപോലെ എത്ര സംഭവങ്ങളുണ്ട്. ഇതിപ്പോ തൗഹീദിന് ഞങ്ങൾക്ക് പറ്റിയ തകരാറാണ്. ഞങ്ങൾക്ക് ഒരു തകരാറും പറ്റിയില്ല. ഞങ്ങൾ മഹാന്മാർ തങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഞങ്ങൾ എങ്ങനെ കൈകൊണ്ട് പറഞ്ഞോ? എല്ലാ കഴിവും അള്ളാഹ്ക്ക് 20 വാജിബായ സിറ്റുണ്ട്, 20 മുസ്തഹീലുണ്ട്, ഒരു ജാഹിസ്. അത് ഞങ്ങൾ മദ്രസയിലെ 2ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട്. من واجب لله 20 صفة فالله موجود قديم باقي مخالف للخلق بالإطلاق
وقائم غني وواعيد وحي قادر منير عالم بكل شيء سميع البصير المتكلم له صفات سبعة تنتظم فقدرة جرارة سم بصر حياة الملك لا نور استمر. ഇങ്ങനെ 20 സിഫത്തുകൾ അള്ളാഹുവിനിക്ക് വാജിബാണ് വിശ്വസിക്കുന്ന സുന്നികൾ. അതിൽ ഒരു സിഫത്താണ് ഖുദ്റത്ത്, കഴിവ്. അള്ളാഹു കഴിവുള്ളവനാണ്. നമ്മൾ കഴിവില്ലാത്തവരാണ്. നമ്മൾ പറഞ്ഞാൽ അല്ലാത്തവരൊക്കെ പെട്ടു. മഖ്ലൂക്കിന് ഒരു കഴിവില്ല. സുന്നികളുടെ വിശ്വാസത ഒരു വിരൽ തുമ്പ് ഇങ്ങനെ നിർത്താനോ മടക്കാനോ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് സ്വന്തമായി സാധ്യമല്ല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. അള്ളാഹുവിന്റെ പടപ്പിൽ സ്വന്തമായി പരിപാടി സാധ്യമല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുമാ തന്നെയാണ് അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. കഴിവുകൾ മുഴുക്കെ അള്ളാഹുവിലേക്ക് ഉടമപ്പെട്ടതാകുന്നു. അള്ളാഹുവിന്റെ മഖ്ലൂക്ക് റസൂലൊക്കെ പറ്റിയില്ലേ? അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് സ്വന്തമായി യാതൊരു കഴിവില്ല. ഒരു വിരൽ പൊടി പോലും, ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ, ഒരു വിരൽ പൊടി പോലും നനക്കാൻ സാധ്യമല്ല. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ തുടങ്ങിയ ആയത്തൊക്കെ തെളിവാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ മൊയ്തിമാരിലുണ്ടല്ലോ ജാഗത്തിന് ജീവൻ നേടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടവർ. അതുപോലെ ഒരു പാടുണ്ട്. അപ്പൊ അതോ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ മനസ്സിലാക്കണം. എന്നാ പിന്നെ അല്ലാഹു തആലക്ക് വല്ലതും കൊടുക്കുമോ ഇല്ലേ? അതൊരു ചർച്ചയാണ്. സ്വന്തമായിട്ട് കഴിവില്ല, എന്നാൽ അല്ലാഹു തആല ഇവർക്ക് വല്ല കഴിവും കൊടുക്കുമോ? കൊടുക്കും. അതിനൊരു ഓഫീസിലേക്ക് ബന്ധപ്പെടേണ്ട ആവശ്യം ഇല്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഇ വതൻസിഉൽ മുൽക മിമ്മൻ തശാഇ വതുഇസ്സു മൻ തശാഇ വതുദില്ലു മൻ തശാഇ ബിയദിക്കൽ ഖൈർ. അല്ലാഹു പറയുന്നു, നബിയെ പറയണം, മാലിക്കുൽ മുൽക്കായ തമ്പുരാനെ, തൂത്തിൽ മുൽക മൻ തശാഇ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഏത് അധികാരത്തിനെയും കഴിവിനെയും നീ നൽകുന്നവരാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള കഴിവ് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് ചിലരെ അയാത്താക്കാനുള്ള കഴിവായിരിക്കും, ചിലത് വേറെ നിലക്കുള്ള കഴിവായിരിക്കും. ഏത് തരത്തിലുള്ള കഴിവും നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന കഴിവുകളും അധികാരങ്ങളും നീ നൽകും. ചിലർക്ക് കൊടുക്കുക, ഊരിയെടുക്കും എന്ന ഖുർആൻ. അതിൽപ്പെട്ടതാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. തങ്ങൾക്കിതാ ചത്തതാകത്തിന് ജീവൻ നേടിച്ചോർ അല്ലാഹു തൂത്തിൽ മുൽക മൻ തശാ. നബിത്തിന്റെ ഓഫീസിലേക്ക് അല്ലാഹു ബന്ധപ്പെടേണ്ട ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ന്യായം പറയാനുള്ളത്? അല്ലാഹു തആല എന്താ അങ്ങനെ കൊടുക്കാൻ? ഞങ്ങളൊക്കെ പറയണ്ട, ഒന്ന് അന്വേഷിച്ചു. ആ പരിപാടി അല്ലാക്കിയ കുറവുമായ തന്റെ രക്ഷിതാവ് സൗകര്യങ്ങൾ സൃഷ്ടിക്കും. അല്ലാഹു തആല പറഞ്ഞതാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹ് ചെയ്യും. അതിനാരോടും കമ്പനിയോടും അന്വേഷിക്കണ്ട. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ അതുണ്ടാവും. വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. ബഹുമാനപ്പെട്ട അതേപോലെ മറഞ്ഞ കാര്യം ഇന്ന കാര്യം ഒക്കെ അങ്ങനെ തന്നെ. ഏത് തരത്തിലുള്ള കഴിവും അള്ളാഹു കൊടുക്കുമ്പോൾ അതുണ്ടാകുന്നു. ഇല്ലേ, കൊടുക്കൂലേ, കൊടുക്കില്ല, ഉണ്ടാവില്ല. ഇതൊക്കെ ചുരുക്കത്തിലാണ് വിഷയം. പിന്നെ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിക്കുക. നോക്കി മൊയ്തിമാരുണ്ട്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാനിങ്ങളെ കൽഭാഗമെന്നോവർ. മൊയ്തീശേക്ക് പറഞ്ഞു, കുപ്പിന്റെ ഉള്ളിലുള്ള കാണുമ്പോൾ നിങ്ങളെ തല്ലുമ്പോൾ. റിഫായിശേഖും മൊയ്തീശേഖും തമ്മിൽ കളിക്കണ സമയത്തോ റിഫായിശേഖ് മൊയ്തീശേഖിന്റെ കണ്ടീയത്തിൽ ഒളിച്ചിട്ട് റിഫായിശേഖിനെ കണ്ടീയ മൊയ്തീശേഖ്. ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി. ഈ സുന്നികളവരുടെ അന്ധവിശ്വാസം. പൊന്നാര ചങ്ങായിമാർ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയില്ല. ഇവന്മാർക്കുള്ള മാലി മൗലൂദൊന്നും അർത്ഥം വെക്കാനറിയും. മാലക്ക് മൗലൂദൊന്നും ഈ ചങ്ങായിമാർ അർത്ഥം വെച്ചാൽ നേരാവില്ല.
മാല ബഹുമാല കമാല മാല അർത്ഥം അറിയാതെ കപരമാല. അർത്ഥം അറിയാതെ ഫലമില്ലാത്ത മാലയാ ശുചായി പറഞ്ഞില്ലേ. ഇങ്ങനെ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞതാ. ഇവര് മാലക്ക് അർത്ഥം വെക്കരുത്. നമ്മളെ നഫീസത്ത് മാലയിൽ ഇവർ കാട്ടിക്കൊടുത്ത പണിയേക്കും. സുഹൃത്തുക്കളെ, നഫീസത്ത് മാല എപ്പോൾ പാടുന്നതാ? പ്രസവ വേദന ഉണ്ടാകുന്ന സമയത്ത്. നമ്മളെ സഹോദരിമാർക്ക് പ്രസവ വേദന ഉണ്ടാകുന്ന സമയത്ത് പള്ളിക്കര മൊഴിയേറെ വിളിക്കും. നമ്മളെ പാത്രത്തിക്ക് ചെറിയ അസുഖമുണ്ട്, ഒന്ന് മാല പാടാനുണ്ട്. അങ്ങനെ പള്ളിക്കര മൊഴിയേറും കിട്ടുമൊക്കെ പറഞ്ഞ് അതിന് തോന്നിട്ട് ദുരിതം വന്നിട്ട് കിട്ടാവുന്നതൊക്കെ വെച്ച് ആദ്യം തന്നെ ഇറച്ചും പട്ടിയൊക്കെ നല്ലതായിട്ട് കിട്ടുക. അതൊക്കെ തിന്ന് നല്ല ഇറമുളൊക്കെ വെച്ച് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നിങ്ങനെ എരിപൊരി സഞ്ചാരങ്ങളുള്ള വേദന. ഇവിടെ മാല പാടുന്നതിന് മുമ്പുള്ള തീറ്റിയാണ്. അതൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇരുന്നിട്ടുണ്ടാ ജീന വിസ്മയം നന്ദും സലാത്തും പിന്നെ പിള്ളിനെ സത്യമാല തുടങ്ങിയിടുന്നേ. ഇവിടെ മാല തുടങ്ങണുള്ളൂ. ഇവിടെ പ്രസവിക്കേറ്റ് കടന്നിട്ട് മൂപ്പത്തിയേര് കടന്ന് ഇരുപതി സഞ്ചാരക്കുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് എന്താ പോയി പറയുന്നറിയോ? ചൊല്ലുവാൻ സേനത്തിരായിനോറും ചാതറി പത്ത് ജവരനാപക്കായ മക്കാതിക്കരിൽ ഓടിത്തേ പൊന്നിവൾ മൗത്തികറ 200 മാട്ട് പൂരിതാറമാനിലൊഴിച്ചു പോരാവിൽത്തിട്ടേ. എന്താ ബഹുമാനപ്പെട്ട നബീസത്തിന് ജനിച്ചത്? ചൊല്ലുവാൻ പറയുവാൻ സ്ഥലത്ത് കൊല്ലം 400 400 ചതറ് 10 40. അപ്പോൾ 440. ഹിജറ ജപ 5. ഹിജറ 445 ആര് ജനിച്ചു? ബീവി ജനിച്ചു. ഹിജറ 445 പെണ്ണുണ്ടെങ്കിൽ എഴുതി വെച്ചോളി. മരിച്ചതോ പൊന്നിവൾ മൗത്തിജറ 200 ആട്ടെ. മരിച്ചത് 208. 200 200 ആട്ടെ 8. അപ്പോൾ 208 മരിച്ചു ചെയ്തു. അപ്പോൾ ഈ ബീവി ആദ്യം ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ജനിക്കുകയാണോ ചെയ്തത് അല്ല മരിക്കുകയാണോ ചെയ്തത്? ഇപ്പം ആദ്യം മരിക്കുക, അത് ജനിച്ചിട്ടില്ല. ഈ ജാതി മരമുള്ള മൂലയിൽ കൊണ്ട് ചെല്ലണത്. പിന്നെ ആ കുട്ടി അറിഞ്ഞോ? പൊന്നാറമ്മ മൂലയിലൊക്കെ പോലെ ഞാനിപ്പോൾ തൽക്കാലം ഇറങ്ങുന്ന പ്രശ്നം കിട്ടുമോ? ഈ ജാതി മരമുള്ളല്ലേ 245 ജനിച്ച് ഇതറ 200 ആട്ടെ 208 മരിച്ചു 445 ജനിച്ചു. എങ്ങനെ ഒക്കുക? ഇതിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കും തോന്നും കുറച്ച് പോയി നമുക്ക് കാര്യം. നിങ്ങളാ മാലെടുത്ത് നോക്ക്. നമ്മൾ പോയിട്ട് സെബീനെടുത്ത് നോക്കും. ശരിയട്ടാ, ഇന്നലെ മൗലവി പറഞ്ഞ കറക്റ്റ്. അത് എന്താ ഭാഷ അറിയാം? കറക്റ്റ് വെക്കണം. ഇപ്പോഴാണ് കോള് ഇതിൽ കൂടിയാൽ പോകില്ല. അങ്ങനെ ചില മനുഷ്യന്മാർക്ക് പെട്ടെന്ന് തിരിയലുണ്ട്. അക്ക് തിരിയാന്നതിന് പറയാം. ചുക്ക ഒരു തിരിയ, ഒരു ഹക്കല്ല തിരിയൽ, ചുക്ക്. എന്താ ഒരു തിരിഞ്ഞതവിടെ? ഇവിടുത്തേക്കിനകത്ത് മുമ്പേനെ തിരിഞ്ഞു. ഇവിടെ ഒന്നും നൽകി പറഞ്ഞ പദ്ധതിയല്ല. അതുകൊണ്ട് ഇവിടുത്തെ മുജാഹിദിനൊന്നും അറിയാം, ഇന്നൊന്നും ഏകദേശമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ പുതിയ മൗലവിമാർക്ക് അങ്ങനെ പണങ്ങളോട് അറിയാത്തത്. ഇപ്പൊ വരുന്ന മൗലവിമാരുണ്ടല്ലോ, അമ്മയും കുട്ടിയും ചട്ടിയൊക്കെ പാടെ കിളിശ്ശേരിയൊക്കെ വെച്ചിട്ട് അയക്കില്ലാത്തിട്ട് ആൾക്കാരെ മുന്നോ തിങ്ങളെ അയക്കൊക്കെ ഇവിടുത്തെ വർത്താൻ അറിയില്ല. നമ്മളിവിടെ കുറെ കളിച്ചതല്ലേ. എന്താ പറയണത്? ചൊല്ലുവാൻ പറയുവാൻ. ഇവരർത്ഥം വെക്കണ കേട്ടോളി. ചൊല്ലുവാൻ പറയുവാൻ സനത്ത് കൊല്ലം 400 400 ചതർ 10 40 ജപ 5. അപ്പൊ 445 കറക്റ്റായി. നീ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടങ്ങളിൽ ആലോചിച്ചു. അതിനൊരു ബാനർ എഴുതി മഹാനായ മൗലവി പ്രസംഗിക്കുന്നതാണ്, അല്ലെങ്കിൽ മഹാനായ മുസ്ലിയാർ പ്രസംഗിക്കുന്നതാണെന്നൊരു ബാനർ ഒഴിച്ചു. ബാനർ ഇങ്ങനെ ഒരാൾ നോക്കി. മനസ്സിലായില്ലേ? മഹാനായ മൗലവി അല്ലെങ്കിൽ മഹാനായ മുസ്ലിയാർ വെച്ചത് ഒരു ഈ എഴുത്ത് ഒരാളിങ്ങനെ നോക്കി. ഫുൾ സ്റ്റോപ്പ്. ഞാൻ ആർക്കാണ് വായിച്ചു നോക്കി, സാധനം മാറൂലേ? അവ മഹാനായ മൗലവി എന്നല്ല കിട്ടുക, മഹാനായ എന്നല്ല കിട്ടുക. അത് എഴുതിയോന്റെ തകരാറോ എഴുത്തിന്റെ തകരാറോ വായിച്ചോന്റെ കുറ്റകളോ? വായിച്ചോന്റെ കുറ്റകളല്ലേ?
മഹാനായെന്നല്ല കൂട്ടി വായിക്കണോടെ മഹാനായ ചുക്ക് മുളകി തിപ്പല്ലി എന്ന് ഒരാൾ യോഗ എഴുതി കൊടുക്കും മരുന്നിന്. മറ്റോ വായിച്ച് ചുക്ക് മുളകി തിപ്പല്ലി ഇത് മൂന്നും പറയാം.